ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പൊതുവേ നല്ലൊരു ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനത് ക്യാരി ചെയ്ത പൊസിഷൻസ് എനിക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റബിലിറ്റി കിട്ടിയായിരുന്നു. ആ പൊസിഷൻസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഈ വാർ സമയത്ത് ഒരു ആന്റിസിപ്പേഷനിൽ മൂവ് ചെയ്യുന്ന ട്രേഡിംഗ് ആയതുകൊണ്ട് അത് പലപ്പോഴും അതൊരു റിസ്കി ഉൾപ്പെടെയുള്ള ട്രേഡാണ്. അപ്പം അത് പറയാൻ പറ്റുമോ? അതില്ല. പലപ്പോഴും അതുകൂടാതെ ഞാൻ ഇന്നലെ കൊടുത്തിരുന്ന ലെവൽ എല്ലാ ട്രേഡും ലെവൽ ട്രേഡിങ്ങിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. നിഫ്റ്റി തന്നെ ലെവൽ ട്രേഡിങ്ങിന് താഴെ എല്ലാ ടാർഗറ്റിനും താഴെയാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഫസ്റ്റ് S3യുടെ താഴെ ഓപ്പൺ ചെയ്തു. മിഡ് ക്യാപ്പ് മാത്രമാണ് തമ്മിൽ ഭേദം തൊമ്പന രീതിയിൽ S1ന്റെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് അവിടെ താഴെ S2 S3 എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രേഡബിൾ ആക്ഷൻ നിങ്ങൾക്ക് പോസിബിൾ ആയി വന്നിട്ടുള്ളത് മിഡ് ക്യാപ്പിൽ മാത്രമാണ്. സോ നമ്മൾ മിഡ് ക്യാപ്പിൽ നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് ഒരു നോർമൽ ഡേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡി താഴെ ജി പോയി ഒരു ഒരു നോർമൽ ഡേ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഡേ ആണ് കൃത്യമായിട്ട് മിഡ് ക്യാപ്പ് നിൽക്കുന്നത്. POC 13,024 ഭാഗത്തേക്ക് POC വന്നു. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ചെയ്യാം, ഈ സപ്പോർട്ട്സിനൊക്കെ ഒന്ന് താഴേക്ക് കൊണ്ടുവന്നിട്ട് 13,025ന്റെ 13,024ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വന്നു. ഞാനിപ്പോൾ ടെലിഗ്രാമിലും എല്ലാം പറഞ്ഞായിരുന്നു 13,000 സ്ഥാനം പൊട്ടാതെ മിഡ് ക്യാപ്പ് അടിക്കില്ല, പ്രത്യേകിച്ച് 12,900. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബെയറിഷ് റെഫറൻസിനെ ഞാനൊന്ന് ഒതുക്കി മുകളിലോട്ട് കൊണ്ടുപോയിട്ട് എങ്ങോട്ട് വെക്കാൻ ഞാൻ 12,955 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12,950 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബെയറിഷ് റെഫറൻസ് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞു 12,900. ഈ 12,900 പൊട്ടിയാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചൊരു ഹെവി സെല്ലിംഗ് വരും. സോ ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 12,900 നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ലെവലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു പ്രൊഫൈൽ കണ്ടല്ലോ, ഫെബ്രുവരി 2-ാം തീയതി വന്ന ആ ഒരു പ്രൊഫൈലിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്താണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിന് താഴെ ഫസ്റ്റ് വരുന്നത്, അടുത്തത് വരുന്നത് ഇതാണ് സപ്പോർട്ട്. 12,900 താഴെ അടുത്ത വരുന്നത് 12,855ന്റെ ഭാഗത്തേക്ക് വരാം. അത്രയാണ് S2 എന്ന് പറഞ്ഞാൽ 12,855 855 12,855ന്റെ ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,800 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയ. സോ ചുരുക്കി പറഞ്ഞാൽ 12,900 മിഡ് ക്യാപ്പ് പൊട്ടുകയാണെങ്കിൽ ഒരു ഹെവി സെല്ലിങ്ങിനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് ഡൗൺവേർഡ് റെഫറൻസ് ലെവലാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഹൈ അല്ലെങ്കിൽ 13,100 എത്രയാണ് 13,152 മുകളിൽ മാത്രമേ ഞാൻ ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ ലോയ്ക്ക് താഴെ ആ ഭാഗത്തേക്ക് എൻട്രി ചെയ്യും. 13,152 മുകളിലായിരിക്കും നമുക്ക് ഒരു ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബൈയിങ് ഫസ്റ്റ് എന്ന് പറയുമ്പം കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ ജെയുടെ അല്ലെങ്കിൽ 13,000 ഐയുടെ ഹൈ ആയ 13,209ന്റെ ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,209 ഇൻസൈഡ് ദ പ്രൊഫൈൽ ഓഫ് യെസ്റ്റർഡേ അവിടെ കിടന്ന് കളിക്കും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അടുത്തത് 13,254ന്റെ ഭാഗത്തേക്ക്, എത്രയാണ് 13,254 13,254ന്റെ ഭാഗത്തേക്ക് വരാനും അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ POC ആയ 13,281 13,281ന്റെ ഭാഗത്തേക്കും വരാം. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള അപ്പർ സൈഡ് റെഫറൻസ്. സോ അപ്സൈഡ് ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് എൻ്റർ ആകുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ഈ സാധനങ്ങൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,152 മുകളിലായാൽ മാത്രമേ ആ ഒരു ആക്ഷൻ പോസിബിൾ ആയിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവ എങ്ങോട്ട് പോകും? 13,250 254 281ന്റെ ഭാഗത്തേക്ക് പോകും. ഇല്ല 12,950 പൊട്ടുകയാണെങ്കിൽ ഈ 900-ഉം 855-ഉം 800 എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി 1ന്റെ ആ ഒരു ഡൗൺവേർഡ് റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയറിയാം. ഈ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് കണ്ട, ഈ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള ചാൻസ്. ഇവിടെ ഈ ക്വിക്ക് ഡൗൺവേർഡ് വന്ന ഈ റെഫറൻസും സിംഗിൾ പ്രിന്റുകൾ, അവിടെ ഒരു സിംഗിൾ പ്രിന്റ് ഫോർമേഷൻ ഉണ്ട്. ആ ഒരു സിംഗിൾ പ്രിന്റ് ഫോർമേഷന്റെ ഭാഗത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള ഡൗൺവേർഡ് റെഫറൻസും അപ്വേർഡ് റെഫറൻസും. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു. അത് ഫെയിലർ ആയിട്ട് ഒരു ബാലൻസ് ഡേ ആയിട്ടാണ് ആക്ഷൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പക്ക ഒരു നോർമൽ ഡേ ആണ്. ബാങ്ക് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെയും നോർമൽ ഡേ,
ബിഗ് ഗ്യാപ് ഡൗൺ നോർമൽ ഡേ, ഇന്നും ബിഗ് ഗ്യാപ് ഡൗൺ നോർമൽ ഡേ. ആ ഒരു സ്ട്രക്ചറാണ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. 58,860 ഭാഗത്തേക്കാണ് POC. സോ 58 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 58,660, 58,661 ആണ് POC. ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 58,468 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ഉള്ളൂ. അത്രയാണ് 58,468 താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോവാം? 58,300 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 58,195 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 58,035 എന്ന് പറഞ്ഞ ഭാഗത്ത്. ഇതൊക്കെ പഴയ റെഫറൻസ് ലെവലുകളാണ്. സോ ബാങ്ക് നിഫ്റ്റി അങ്ങനെ അതാ ഏതെന്ന് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റ് ഡേയുടെ ഈ ഒരു നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു റെഫറൻസിന്റെ ഭാഗത്തേക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ 58,000 താഴെ വരണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ലെവലൊക്കെ തട്ടി താഴേക്ക് വന്ന് ഈ ഒരു 58,035 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയ, ഈ ഒരു വാല്യൂ ഏരിയ കൃത്യമായി പറഞ്ഞാൽ ആ വാല്യൂ ഏരിയയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെഫറൻസ് ലെവൽ. കൃത്യമായി ആ ലെവൽ കാണാതെ അറിയാവുന്നതാണ് എനിക്ക് കൃത്യമായിട്ട് ബാധിക്കാൻ പറ്റിയത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ക ഒരു എന്താണ് ഒരു ബാലൻസ് ഡേ ആണ്. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഒന്നുമല്ല, ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു. K1 മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, നടന്നില്ല, തിരിച്ച് വാല്യൂ ഏരിയയുടെ ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 59,000 ഈ ഒരു ഹൈ 59,100 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച്, അത്രയാണ് 59,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഫസ്റ്റ് എങ്ങോട്ട് പോവാം? 59,237 ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. 59 എത്രയാണ്? R1 എന്ന് പറയുമ്പോൾ 59,000 R1 എന്ന് പറയുമ്പോൾ 59,237 59,237 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം R2 എന്ന് പറഞ്ഞാൽ അടുത്തത് ഈ ജെയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ 59,400 എത്രയാണ്? 59,400 ഭാഗത്ത് 59,400 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ ഈ തിരിച്ച് കയറി ഈ 59,566 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ ഇന്നലത്തെ വാല്യൂ ഏരിയ അല്ലോ 59,566 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള. R3 എന്ന് പറയുമ്പോൾ 59,567 ഇതായിരിക്കും എനിക്ക് R3 എന്ന് പറയുന്ന ആ ബാങ്ക് നിഫ്റ്റിയുടെ റെഫറൻസ് ലെവൽ വരുന്നത്. സോ 59,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ബുള്ളിഷ് മൂവിനെ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് OA ആയിരുന്നു. പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്കും ഉള്ളത്. ഇനി നമുക്ക് നോക്കണേ നിഫ്റ്റി എല്ലാ റെഫറൻസ് ലെവലും പൊട്ടി താഴേക്ക് വന്നു. ഒരു OR അപ്പ് ആയിരുന്നു, ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു. ചെറിയൊരു സ്പൈക്ക് ഒക്കെ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. 24,450 ഭാഗത്തേക്കാണ് POC. ഇപ്പൊ നമുക്ക് ആദ്യം ഒന്ന് POC മാർക്ക് ചെയ്ത് വെക്കാം. 24,450 ആണ് ആ POC. ഞാൻ ആ POC മാർക്ക് ചെയ്ത് വെച്ചു. 24,353 താഴേക്ക് സെല്ലിംഗ് എടുക്കാം. 24,353 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,300 24,300 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,248 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,195 എന്ന് പറഞ്ഞ ഭാഗത്തേക്കും വരും. ഇതാണ് എനിക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു, അപ്പായിരുന്നു, നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് വരാനുള്ളത്. ഇനി ബുള്ളിഷ് മൂവ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഗ്യാപ്പ് നിഫ്റ്റി നോക്കിയാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടോ? ഇന്നലത്തെ ഗ്യാപ്പ് വന്നതൊക്കെ ആശാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 24,610 25 24,625 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,675 ഇന്നലത്തെ ജെയുടെ ലോ 24,675 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 24,730 എത്രയാണ്? 24,730 24,730 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 24,800 ഭാഗത്തേക്ക് എത്രയാണ്? 24,800 ഭാഗത്തേക്ക് 24,800 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്കൊക്കെ നിഫ്റ്റി കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു നിഫ്റ്റി, നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് OA നോർമൽ ഡേ, മിഡ് ക്യാപ്പ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ORR അപ്പായിരുന്നു. ഫെയിലിയർ ആയിട്ട് ഒരു ഗ്യാപ് ബാലൻസ് ഡേ ആയിട്ട് വരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ന്യൂസിന്റെ പുറത്ത് കളിക്കുന്ന കളികളാണ്. വിക്സ് 21 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹെവി വോളറ്റിലിറ്റി കിടപ്പുണ്ട്. നമുക്ക് നമ്മുടെ ട്രേഡ് സെറ്റപ്പ് പ്രകാരം നമ്മൾ സ്കാൽപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇത് മാർക്കറ്റിൽ പിടിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട്
എല്ലാവരും ലെവൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റർസ് ആൾക്കാരായാലും അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരായാലും നിങ്ങളൊക്കെ ഈ ലെവൽസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുക, പോവുക, അല്ലാതെ വേറൊരു മാർഗവും മാർക്കറ്റിൽ കാണുന്നില്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ ഓർത്തോളുക. ഒരു അറിയിപ്പുണ്ട്, ഈ മാർച്ച് ഫസ്റ്റ് വീക്ക് അടുത്ത ആഴ്ച നമ്മുടെ മാർച്ച് ബാച്ചിന്റെ പ്രൊഫഷണൽ ട്രേഡിംഗിൽ എങ്ങനെയാണ് മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ യൂസ് ചെയ്യണം, എന്തൊക്കെ ട്രേഡ് സെറ്റപ്പ് ഉപയോഗിക്കണം, അങ്ങനെയുള്ള കുറച്ച് നിങ്ങളെ ഒരു പ്രൊഫഷണൽ വേയിൽ ട്രേഡ് ചെയ്യിക്കാനുള്ള എല്ലാ സെറ്റപ്പും അടങ്ങിയ ഒരു ഇൻഡക്ഷൻ ബാച്ച് അല്ലെങ്കിൽ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ്. വീക്കിലി 4 ദിവസം നമ്മൾ ലൈവിൽ ട്രേഡ് ചെയ്യുക, ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് MCXന്റെ സപ്പോർട്ട് പ്ലാൻ ഫ്രീ ആയിട്ട് തരും നിങ്ങളുടെ ഫീസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ EOD രാത്രി 9 മണിക്ക് EOD പ്ലാൻ ഉണ്ട്. നെക്സ്റ്റ് ഡേയുടെ സെറ്റപ്സും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലൈവായിട്ട് നമുക്ക് ഒരുമിച്ച് ഞാനും നിങ്ങളൊക്കെ ഒരുമിച്ച് സൂമിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. നിങ്ങൾക്ക് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, എന്തൊക്കെ സെറ്റപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയ വെൽ പ്ലാക്ഡ് ട്രേഡ് സ്ട്രാറ്റജീസ്, സൈക്കോളജി, അങ്ങനെയുള്ള എന്തെല്ലാമോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു മെന്ററിംഗ് ബാച്ചാണ് ഈ വരാവുന്ന മാർച്ച് ഫസ്റ്റ് വീക്ക് അടുത്ത ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ വളരെ ഇനി കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തമ്പനയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വാറ് ഇങ്ങനെ കിടക്കുന്ന കാലം ചെറിയ ചെറിയ സ്കാൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈവൻ ദോ നിങ്ങളൊരു പുട്ട് ക്യാരി ചെയ്യുന്നതിനും കൂടെ സ്പ്രെഡ് മാത്രമേ ക്യാരി ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ റിസ്ക് ആണ്. കാരണം നാളെ മാർക്കറ്റ് വിക്സ് ഒറ്റയടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പം കാണുന്ന പ്രീമിയം നാളെ കാണില്ല. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ട്രേഡ് സൂക്ഷിച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.